ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പൊളിറ്റിക്സിലെ ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്, വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിംഗ് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടിട്ടുണ്ട് അല്ലെ? അതുപോലെ നമ്മുടെ കൺട്രിയിലുള്ള പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഉണ്ട്. നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു ഹാർമോണിയസ് ലൈഫ് അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമുക്ക് മിനിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? നമുക്ക് കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കോടതികളുണ്ട് അല്ലെ? അപ്പം നമ്മളുടെ പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയില് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ ഭാഗമാണ്. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമായിട്ടുള്ളത്, എത്രത്തോളം പീപ്പിളിന്റെ ഒരു ഇന്റർഫറൻസ് അല്ലെങ്കിൽ പീപ്പിൾ എത്രത്തോളം ഇതിനകത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആരാണ് ഇതിലേക്ക് ഇലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇതെല്ലാം വർക്കിംഗ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മളുടെ കൺട്രിയിൽ എങ്ങനെയാണ് ഒരു മേജർ പോളിസി ഡിസിഷൻ എടുക്കുന്നത്? ഹൗ ഇസ് എ മേജർ പോളിസി ഡിസിഷൻ ടേക്കൺ? എങ്ങനെയാണ് ഒരു മേജർ പോളിസി അല്ലെ, നമ്മുടെ കൺട്രിയിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു പോളിസി എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നത് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സീറ്റുകൾ നിങ്ങൾ പല റിസർവേഷനും കേട്ടിട്ടുണ്ട് അല്ലെ? ഓരോരോ ചിലപ്പം ചില എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ടാവും. ലൈക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അല്ലെങ്കിൽ OBC റിസർവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ടാവും അല്ലെ? ഇത്ര പെർസെൻറ്റേജ് സീറ്റുകൾ ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള അല്ലെ, എന്തെങ്കിലും വൈകല്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 10%, അവർ ഏതാണോ അതിനനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് സീറ്റ്സ് റിസർവേഷനിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. സോ അപ്പം അതൊരു പോളിസിയാണ് അല്ലെ? എങ്ങനെയാണ് ഈ ഒരു മേജർ ആയിട്ട് നമ്മുടെ കൺട്രിയിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ 1/3 അല്ലെ, നമ്മുടെ ഇപ്പം എന്താ പറയുക, ജോലി സ്ഥലങ്ങളിൽ 1/3 റിസർവേഷൻ ഫീമെയിൽസിനാണ് അല്ലെ ഗവൺമെന്റില്. അപ്പം ആ ഒരു 1/3 എന്നുള്ളൊരു റിസർവേഷൻ അല്ലെ, ആ റിസർവേഷൻ എങ്ങനെ വന്നു? അത് ചുമ്മാ അങ്ങ് പറയുകയാണ് ഒരാൾ ഇരുന്നിട്ട്, ഇനി നാളെ മുതൽ റിസർവേഷൻ ആണ്, 1/3 ഫീമെയിൽസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് ചുമ്മാ ഒരാൾ പറയുന്നതാണോ? അല്ല. അതിന് കുറച്ച്, അല്ലെങ്കിൽ ഒരു പോളിസി, മേജർ ആയിട്ടുള്ള ഒരു പോളിസി വരണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട്. അത് ചുമ്മാ ഒരാള് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മേജർ പോളിസി ആയിട്ട് മാറൂല. അപ്പം ആ ഒരു മേജർ പോളിസി അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ലോ ആണെങ്കിൽ പോലും അത് എനാബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അധികാരത്തിലേക്ക് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ ചിത്രമൊക്കെ തന്നിട്ടാണ്. ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ ഒരു ചിത്രമൊക്കെ ഉണ്ട്. സോ എ ഗവൺമെന്റ് ഓർഡർ ഏത് വർഷ? 1990 ഓഗസ്റ്റ് 13. On August 13, 1990, the government of India issued an order. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1990 ഒരു ഓർഡർ പാസ്സാക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ്. അതിനെ പറയാ എന്താ? ഇറ്റ് വാസ് കോൾഡ് ആൻ ഓഫീസ് മെമ്മറാൻഡം. അതിനെ പറയാ OM എന്നാണ്, ഓഫീസ് മെമ്മറാൻഡം എന്നാണ് പറയുന്നത്. ലൈക്ക് ഓൾ ഗവൺമെന്റ് ഓർഡേഴ്സ് ഇറ്റ് ഹാഡ് എ നമ്പർ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാ ഗവൺമെന്റ് ഓർഡറിനും ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ഓൾ ഗവൺമെന്റ് ഓർഡർ ഇറ്റ് ഹാഡ് എ നമ്പർ ആൻഡ് ഈസ് നോൺ ദാറ്റ്. ഈ നമ്പർ എങ്ങനെയാണ് ഇട്ടിരുന്നത്? OM നമ്പർ 36012/31/90 ST ഇങ്ങനെയാണ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡേറ്റഡ് 13/8/1990 അല്ലെ? ഓഗസ്റ്റ് 13, 1990 വന്നിട്ടുള്ള ഓർഡർ ആണ്. അതേ ഡേറ്റിൽ തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ആ ഓർഡറിൽ ദ ജോയിന്റ് സെക്രട്ടറി ആൻഡ് ഓഫീസർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഇൻ ദ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ സൈൻ ദി ഓർഡർ. അപ്പൊ ജോയിന്റ് സെക്രട്ടറി ആണ്
എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓർഡറിനകത്ത് സൈൻ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഓർഡർ പുറത്തേക്ക് വന്നു. അതിനെ പറഞ്ഞ പേരെന്താ, ഓഫീസ് മെമ്മറാൻഡം എന്ന് പറയുന്ന ഓർഡർ. ഇറ്റ് വാസ് ക്വൈറ്റ് ഷോർട്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഓർഡർ. സാധാരണ ഒരുപാട് ഓർഡേഴ്സ് അങ്ങനെ ഇറക്കാറുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഒരു ഓർഡർ വന്നിട്ടുള്ളതാണ്, ചെറിയ ഷോർട്ടായിട്ട്, barely 1 page, ഒരു 1 page ഉള്ള ഒരു ഓർഡർ ആണ്. ലുക്ക് ലൈക്ക് ആൻ ഓർഡിനറി സർക്കുലർ ഓർ നോട്ടീസ് ദാറ്റ് യു മേ ഹാവ് സീൻ ഇൻ സ്കൂൾ. അല്ലെ, നിങ്ങൾ സ്കൂളിലൊക്കെ നോട്ടീസ് ബോർഡിലൊക്കെ കാണാറുണ്ട് അല്ലെ, എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇടും. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് സ്കൂളിൽ നോട്ടീസ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇന്നൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നോട്ടീസ് ബോർഡിലായിരിക്കും അല്ലെ നോട്ടീസസ് ഒക്കെ പ്ലേസ് ചെയ്യുക. അപ്പൊ അതുപോലെ സിമിലർ ടു ദാറ്റ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലെ, അതുപോലെയുള്ള ഒരു ഓർഡർ ആണ്. ദ ഗവൺമെന്റ് ഇഷ്യൂസ് ഹൺഡ്രഡ്സ് ഓഫ് ഓർഡേഴ്സ് എവറി ഡേ. അല്ലെ, ഗവൺമെന്റ് ഡെയിലി ഹൺഡ്രഡ്സ് ഓഫ് ഓർഡേഴ്സ് പാസ്സാക്കാറുണ്ട് ഓൺ ഡിഫറെന്റ് മാറ്റേഴ്സ്. പല കാര്യങ്ങളുണ്ട് അല്ലെ, ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ, പല കാര്യം. ചിലപ്പം എന്താ വെള്ളവുമായി ബന്ധപ്പെട്ട അല്ലെ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും അല്ലെ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള പല ഡിഫറെന്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാറുണ്ട്, ഓർഡർ പാസ്സാക്കാറുണ്ട്. But this one was very important and became a source of controversy for several years. പക്ഷേ ഈ ദിവസം, അതായത് ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് കുറച്ച് കോൺട്രവേഴ്സി ഉള്ള ഒരു ഓർഡർ ആയിരുന്നു. ലൈക്ക് അത് കുറേ വർഷക്കാലം അതിന്റെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ പുരോഗമിച്ചു പോകത്തക്കത്തിലുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ ഓർഡറിലുള്ള കണ്ടന്റ് എന്ന് അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലെ. ദിസ് ഓർഡർ അനൗൺസ്ഡ്, എന്താ ഓർഡറിൽ പറയുന്നത്, a major policy decision. It said that 27% of the vacancies in civil post and services under the government of India are reserved for the socially and educationally backward classes. അപ്പം ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, 27%. അപ്പം ജോലികൾ ഉണ്ടാവില്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർവീസസ് ഉണ്ട് അല്ലെ, കുറെ ജോലി സ്ഥാനങ്ങളുണ്ട് അല്ലെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ 27% ആർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര 73% മാത്രമേ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് കൊടുക്കുള്ളൂ. ബാക്കിയുള്ള അപ്പൊ 100 സീറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ 73 സീറ്റ് ബാക്കി എല്ലാവർക്കും കൂടെ കൊടുക്കും. പക്ഷെ 27 സീറ്റ് എല്ലാവർക്കും വേണ്ടി കൊടുക്കൂല. അത് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാണ്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, SEBC എന്ന് പറയാം. സോഷ്യലി എസ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, SEBC. അപ്പം SEBCക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെക്കാണ്, 27% ഗവൺമെന്റ് ജോബ് അല്ലെ, ആ സർവീസിലേക്കുള്ള പോസ്റ്റ് 27% ഈ SEBC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ കൊടുക്കാൻ പോവുകയാണ്. അതാണ് ഓർഡർ. ഓക്കെ, അപ്പം നേരത്തെ ഒരാള് 100 ജോബ് വാക്കൻസി ഉണ്ടായിരുന്നു. ആ വാക്കൻസി കോമൺ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്ന ഒരു വാക്കൻസി എന്ന് പറയുന്നത് എത്രയായിട്ട് കുറഞ്ഞു, 73 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇതാണ് ആ ഓർഡർ. SEBC ആർക്ക് വേണ്ടിയിട്ടാണ്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പം സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവർക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ മീൻസ് കൊടുക്കാറുണ്ട് അല്ലെ. ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്, അവരെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ റിസർവേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെ, എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് അപ്പം അവരെക്കാളും കൂടുതൽ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അവരെക്കാളും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാറ്റി നിർത്തിയിട്ട് എന്താണ്, എഡ്യൂക്കേഷൻ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് കൂടെ സീറ്റ് കൊടുത്തേക്കുവാണോ. അപ്പൊ എന്താ, കൂടുതൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എന്താ പൊട്ടന്മാരാണോ? ഈ രീതിയിലൊക്കെയാണ് അവിടെ കോൺട്രവേഴ്സി വരാനുള്ള ചാൻസ് അല്ലെ. അപ്പം അത് നിങ്ങൾ നോക്കുക. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് 27% സീറ്റ് റിസർവേഷൻ. SEBC is another name for all those people who belong to castes that are considered backward. അപ്പം ഈ SEBCയിലുള്ള ആൾക്കാർ മെജോറിറ്റി എന്ന് പറയുന്നത് എങ്ങനത്തെ ആൾക്കാരാണ്, ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്ന ക്ലാസ്സസ് ആയിരുന്നു, കാസ്റ്റുകളായിരുന്നു. Benefit of job reservation was till then available only to scheduled caste and scheduled tribes. അപ്പം ആർക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്,
ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും SC, ST ഇങ്ങനെ ഉള്ള കാറ്റഗറി ഓഫ് പീപ്പിളിന് റിസർവേഷൻ കിട്ടുന്നുണ്ട്. അപ്പം SEBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൂടെ വേണ്ടിയിട്ടാണ്? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി, ആ വേർഡ് ഇമ്പോർട്ടൻ്റ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട്. Okay, now a new third category called SCBC was introduced. Only persons who belong to backward classes were eligible for this quota of 27% jobs. അപ്പം ഈ ഒരു 27% ജോബിന് വേണ്ടിയിട്ട് ഈ SCBCയിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ? യോഗ്യതയുള്ളൂ. Others could not complete for this job. അപ്പം ബാക്കിയുള്ള 27 SCBC കാറ്റഗറിയിൽ ആള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഇപ്പം ഈ 27% വേണ്ടിയിട്ട് SCBC കാറ്റഗറിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് 27 ആൾക്കാർ SCBC കാറ്റഗറിയിൽ നിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കൂല, അത് അവിടെ ഒഴിച്ചിടുക ചെയ്യാം. ഓക്കെ, സോ others could not complete for this job. മനസ്സിലായോ? ഇനി അതാണ് ആ ഒരു കാര്യം. അപ്പൊ എന്താ നമ്മൾ പഠിച്ച? ഒരു ഗവൺമെന്റ് ഓർഡർ വന്നിരുന്നു ഓൺ August 30, 1919. അത് കോൾഡ് ഓഫീസ് മെമ്മറാൻഡം. ആൻഡ് ദിസ് ഓർഡർ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താ പറഞ്ഞത്? This order announced a major policy decision. It said that 27% of the vacancies in the civil posts and services under the government of India are reserved for the socially and educationally backward classes, SCBC. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. Okay, and the decision makers, ആരാണ് തീരുമാനമെടുക്കുന്ന ആൾക്കാര്? The decision makers who decided to issue this memorandum. ആരാണ് ഈ ഒരു മെമ്മറാൻഡം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത്? Clearly, such a big decision could not have been taken by the person who signed that document. ആരാണോ ആ ഡോക്യുമെന്റിൽ ജോയിന്റ് സെക്രട്ടറി നേരത്തെ ഒപ്പിട്ട് വെച്ചെന്ന് പറഞ്ഞു അല്ലെ, പക്ഷെ ആ ജോയിന്റ് സെക്രട്ടറി ഒറ്റയ്ക്ക് എടുത്ത തീരുമാനത്തില് അവര് ഒപ്പിട്ടിട്ട് തരുവാണോ ചെയ്യുന്നത്? അപ്പം ഒരാള് ഇൻഡിവിജ്വൽ ആയിട്ട് തീരുമാനിച്ച് എടുക്കുന്ന ഒരു ഓർഡർ ഒന്നും അല്ല അത്. ഓക്കെ, ഒറ്റയ്ക്ക് ഒരാൾ ഇരുന്നിട്ട് തീരുമാനിക്കുന്ന ഒരു ഓർഡർ ഒന്നും അല്ല. Okay, the officer was merely implementing the instructions given by the Minister of Personnel. അപ്പം ഇത് ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൽ അയാൾ ജസ്റ്റ് സൈൻ ചെയ്യാന്നുള്ളത് അയാളുടെ ഒരു ധർമ്മമാണ്, അയാളുടെ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ അയാൾ സൈൻ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അത് അയാൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ച് വന്നിട്ടുള്ള ഒരു ഓർഡർ ഒന്നും അല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെ കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് ഓഫ് വിച്ച് ദ ഡിപ്പാർട്ട്മെന്റ് വാസ് എ പാർട്ട്. അതിന്റെ ഒരു പാർട്ടായിട്ട് അയാൾ ജസ്റ്റ് സൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ്, നിങ്ങൾക്ക് നമ്മുടെ പ്രസിഡന്റ് ആരാ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ, പ്രധാനമന്ത്രി ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയോ? അപ്പം ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വലിയൊരു പോസ്റ്റാണ് അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് അല്ലെ, രാഷ്ട്രപതി എന്ന് പറയുന്നതും വലിയൊരു പോസ്റ്റാണ്. അപ്പം ഈ എങ്ങനെയാണ് ഇതിലേക്ക് ആൾക്കാരെ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് രാഷ്ട്രപതി, എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, എന്താണ് നിങ്ങൾക്ക് എന്താ ടാർഗറ്റ് ഒക്കെ ഉണ്ടാവും ലൈഫിൽ. എനിക്ക് പ്രൈം മിനിസ്റ്റർ ആയാൽ കൊള്ളാം, എനിക്ക് രാഷ്ട്രപതി ആവണം, എനിക്ക് രാഷ്ട്രത്തിന്റെ ഏറ്റവും സുപ്രീം ടോപ്പ് പോസ്റ്റിലുള്ള പ്രസിഡന്റ് ആവാനാണ് ഇഷ്ടം. അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടോ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കണ്ടിട്ട് പോവാം. സോ ദ പ്രസിഡന്റ് ഇസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺട്രി എന്നുള്ള ഒരു വേർഡിന്റെ ഒരു സിനോണിം ആയിട്ടാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രത്തലവനാണ് അല്ലെ, രാഷ്ട്രത്തലവനാണ്. അതായത് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് and is the highest formal authority in the country. Highest formal authority of the country ആണ് മക്കളെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ചുമ്മാ ഒരാൾക്ക് പോയിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒരുപാട് കടമ്പകളിലൂടെ കടന്നാലാണ് നമുക്ക് ഹെഡ് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ ഹയസ്റ്റ് ഫോർമൽ അതോറിറ്റി ഇൻ ദ കൺട്രി ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്. ആരാണ് ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്? ആരാണ്? PM ആണ് കേട്ടോ. PM, പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ആക്ച്വലി എക്സസൈസസ്
ഓൾ ഗവൺമെന്റൽ പവേഴ്സ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഗവൺമെന്റൽ പവേഴ്സ് മുഴുവൻ കച്ചിക്കുറുക്കി എടുത്തിട്ടുള്ള ആരുടെ കയ്യിലാണ്? പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ്. ഹി ടേക്സ് മോസ്റ്റ് ഓഫ് ദ ഡെസിഷൻ ഇൻ ക്യാബിനറ്റ് മീറ്റിംഗ്സ്. എന്താ ക്യാബിനറ്റ് മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ക്യാബിനറ്റ് മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് എടുക്കുന്ന ഡെസിഷൻസ്, മോസ്റ്റ് ഓഫ് ദ ഡെസിഷൻസും ആരാണ് എടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ takes most of the decision in the cabinet meetings. Cabinet meetingsലെ majority decisions ഒക്കെ എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് പാർലമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഡെയിലി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ. ഇലക്ഷൻ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന വേർഡാണ് അല്ലെ പാർലമെന്റ് എന്ന് പറയുന്നത്. സോ ദ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയുള്ളത്? പ്രസിഡന്റ് ഉണ്ട് ആൻഡ് 2 ഹൗസസ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് പ്രസിഡന്റ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, പാർലമെന്റ് പി, പ്രസിഡന്റ്. അപ്പം പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് 2 ഹൗസസ്. അപ്പൊ 2 ഹൗസസിന്റെ പേരെന്താണ്? ലോക്സഭ ആൻഡ് രാജ്യസഭ. കേട്ടിട്ടുണ്ടാവും അല്ലെ? ലോക്സഭയും രാജ്യസഭയും കേട്ടിട്ടുണ്ടാവും. സോ ദ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഉണ്ട്, ആൻഡ് 2 ഹൗസസ്, ദാറ്റ് ഈസ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, അപ്പൊ ലോക്സഭ, രാജ്യസഭ ആൻഡ് പ്രസിഡന്റ് ചേർന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ മസ്റ്റ് ഹാവ് ദി സപ്പോർട്ട് ഓഫ് ദി മെജോറിറ്റി ഓഫ് ലോക്സഭ മെമ്പേഴ്സ്. ആൻഡ് പ്രൈം മിനിസ്റ്റർക്ക് എന്ത് വേണം? PM എന്ത് വേണം? മസ്റ്റ് ഹാവ് ദ സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഓഫ് ലോക്സഭ മെമ്പേഴ്സ്. ലോക്സഭയിലെ മെജോറിറ്റി ആൾക്കാരുടെ, എങ്ങനെയാ മെജോറിറ്റി മൈനോറിറ്റി ഒക്കെ തീരുമാനിക്കുക? അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 100 മെമ്പേഴ്സ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ എങ്ങനെയാണ് മെജോറിറ്റി സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സപ്പോർട്ട് വേണം? 100 ആൾക്കാരാണെങ്കിൽ പകുതിയേക്കാളും 1 കൂടുതലുള്ള സപ്പോർട്ട് വേണം അല്ലെ. അപ്പം 100 ആണെന്നുണ്ടെങ്കിൽ 51 ആൾക്കാരെങ്കിലും മിനിമം സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് മെജോറിറ്റി എന്ന് പറയാൻ പറ്റുക അല്ലെ. അപ്പം 100 ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി കിട്ടിയോ? ഇല്ല അല്ലെ. ഈക്വൽ ആയിട്ട് പോകും. അതേ സ്ഥാനത്ത് 100 51 സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് മെജോറിറ്റി എന്ന് പറയും അല്ലെ. കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51. അതേ സ്ഥാനത്ത് 100 അല്ലെങ്കിൽ 100 ഒരു 90 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട്, എത്ര ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ? വൻ ഭൂരിപക്ഷത്തോടെ എന്ന് പറയില്ലേ. അപ്പം 100 പേരിൽ 51 ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ഭൂരിപക്ഷമാണ്. 100 90 ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷമായി. മനസ്സിലായോ? ഓക്കെ. So the Prime Minister must have the support of the majority of Lok Sabha members. This office memorandum was the culmination of a long chain of events. The Government of India had appointed the Second Backward Classes Commission in 1979. Year ഒന്ന് നോക്കിക്കേ, 1979 Prime Minister of India എന്ത് ചെയ്തു? The Government of India എന്ത് ചെയ്തു? ഒരു സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിക്കേ. ആരാണ് ഈ കമ്മീഷന്റെ ഹെഡ്? BP മണ്ഡൽ ആയിരുന്നു. ഓക്കെ, BP മണ്ഡൽ. So this commission is headed by BP Mandal. Hence it was popularly called Mandal Commission. Okay, Mandal Commission എന്നാണ് പറയുന്നത്. 1979 Mandal Commission വന്നു. It was asked to determine the criteria to identify the socially and educationally backward classes in India and recommended the steps to taken for their advancement. അപ്പം ഈ ഒരു കമ്മീഷനെ എന്തിനു വേണ്ടിയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്? എന്ത് ചെയ്യണം? ആസ്ക് ടു ഡിറ്റർമൈൻ ദ ക്രൈറ്റീരിയ ടു ഐഡന്റിഫൈ. നമുക്ക് എങ്ങനെ ഒരാള് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലെ. ആ ക്രൈറ്റീരിയാസ് സ്റ്റഡി ചെയ്തിട്ട് recommend steps to taken for their advancement. അപ്പം ആ കമ്മീഷൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അത്തരം ആൾക്കാരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മണ്ഡൽ കമ്മീഷൻ എന്ത് ചെയ്യേണ്ടത്? ഗവൺമെന്റിന് കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1979
നിയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ആൻഡ് അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെയും അവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വേണം ഈ മണ്ടാൽ കമ്മീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ കമ്മീഷൻ പേവ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1980. അപ്പം ഒരു വർഷം കൊണ്ട് അല്ലെ, 1979 വന്നു, 1980 അവരെന്ത് ചെയ്തു, റിപ്പോർട്ട് കൊടുത്തു ആൻഡ് മെയ്ഡ് മെനി റെക്കമെൻഡേഷൻസ്. അപ്പം ഈ ഒരു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മണ്ടാൽ കമ്മീഷൻ എന്ത് ചെയ്തു, കുറെ റെക്കമെൻഡേഷൻസ് കൊടുത്തു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കുറെ റെക്കമെൻഡേഷൻസ് കൊടുത്തു. അതില് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് എന്താണ്, 27% government jobs reserved for the socially and educationally backward classes. അപ്പം മണ്ടാൽ കമ്മീഷൻ പറഞ്ഞു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്താൽ മതി. 27% ഗവൺമെന്റ് ജോലികളുടെ സീറ്റ് ആർക്ക് വേണ്ടി കൊടുക്കുക, ഇങ്ങനെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ ചെയ്തു വെക്കുക. എത്ര പെർസെൻറ്റേജാ? 27% സീറ്റുകൾ. ഓക്കെ, ദ റിപ്പോർട്ട് ആൻഡ് റെക്കമെൻഡേഷൻസ് വെയർ ഡിസ്കസ്ഡ് ഇൻ ദി പാർലമെന്റ്. അപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ട് മണ്ടാൽ കമ്മീഷൻ 1980 കൊടുത്തു അല്ലെ, 1980 കൊടുത്തു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു, റിപ്പോർട്ടും ഈ റെക്കമെൻഡേഷൻസും എവിടെ പോയിട്ട് ഡിസ്കഷൻ വെച്ചു, പാർലമെന്റില് ഡിസ്കഷന് വേണ്ടി വെച്ചു. ഓക്കെ, പാർലമെന്റ് ഈ ഒരു റിപ്പോർട്ടിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഫോർ സെവറൽ ഇയേഴ്സ് മെനി, ഇനി ആ ഒരു റിപ്പോർട്ടിന്റെ അവലോകനമാണ് കേട്ടോ, ആ ഒരു റിപ്പോർട്ടിന്റെ അവലോകനമാണ് അല്ലെ. എന്തോരം ആൾക്കാർ അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ടാവും അല്ലെ, നമുക്ക് നോക്കാം. For several years, many parliamentarians and parties kept demanding the implementation of the Commission's recommendation. കുറേ വർഷത്തോളം 1980 മണ്ടാൽ കമ്മീഷൻ ഇങ്ങനെ ഒരു 1979 അവരെ നിയമിച്ചു. 1980 റിപ്പോർട്ട് കൊടുത്തു. 1980 മുതൽ കുറെ വർഷങ്ങളോളം കുറെ ആൾക്കാർ, കുറെ പാർലമെന്റിലുള്ള ആൾക്കാർ തന്നെയും പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയും മണ്ടാൽ കമ്മീഷൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് നിർബന്ധമായിട്ടും എത്ര പെർസെൻറ്റേജ്, 27% സീറ്റ് അവർക്ക് വേണ്ടി നമുക്ക് റിസർവേഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ കുറെ വർഷത്തോളം സംസാരിച്ചു. എന്നിട്ട് അപ്പോഴോ അങ്ങനെ 1980 റിപ്പോർട്ട് വന്നത്. 1989 എന്ത് വരെയാണ്, ലോക്സഭ ഇലക്ഷൻ വന്നു. ഓക്കെ, ലോക്സഭ ഇലക്ഷൻ 1989 വന്നു. ഓക്കെ, അപ്പം ഈ ഇലക്ഷനില് ഇൻ ദാറ്റ് ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി, ജനതാദൾ പ്രോമിസ്ഡ് ദാറ്റ് ആസ് വോട്ടർ ടു പവർ ഇറ്റ് വുഡ് ഇംപ്ലിമെന്റ് മണ്ടാൽ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പം ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ഇലക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക അല്ലെ. ഓരോരുത്തരും പറയും നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ പാലം പണിയും, റോഡ് പണിയും, വികസനം അല്ലെ, ഇങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് ഒരുപാട് വാഗ്ദാനം അല്ലെ. ചോറ് സബ്സിഡികള്, ഭക്ഷണത്തിന് ഇത്ര വില കുറയ്ക്കും, പെട്രോളിന്റെ വില കുറയ്ക്കും, ഈ രീതിയിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യും, വാഗ്ദാനങ്ങൾ പലതും കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം അതുപോലെ ഈ 1989 ലോക്സഭ ഇലക്ഷനില് ജനതാദൾ എന്താ പറഞ്ഞത്, വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മണ്ടാൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട് അല്ലെ, എന്താണ് 27% റിസർവേഷൻ ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ. ആ റിസർവേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, അത് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും. അത് റിപ്പോർട്ടായിട്ട് കിടക്കുന്നല്ലേ ഉള്ളൂ, അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പം അത് നമ്മൾ കൊണ്ടുവരുന്നുള്ള ഒരു വാഗ്ദാനമാണ് ആര് കൊടുക്കുന്നത്, ഈ ജനതാദൾ കൊടുക്കുന്നത്. ഓക്കെ, ദ ജനതാദൾ ഡിഡ് ഫോം ദി ഗവൺമെന്റ് ആഫ്റ്റർ ദിസ് ഇലക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു, ജനതാദള ജയിച്ചു. ജനതാദള എന്ത് ഫോം ചെയ്തു, ഗവൺമെന്റ് ഫോം ചെയ്തു. അതിന്റെ ലീഡർ ആരായിരുന്നു, VP സിംഗ് ബിക്കെയിം ദി പ്രൈം മിനിസ്റ്റർ. അപ്പം അതിന്റെ ജനതാദളിന്റെ ലീഡർ ആയിട്ടുള്ള ആള് VP സിംഗ്, അവര് ജയിച്ചു. VP സിംഗ് ആരായിട്ട് മാറി,
പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ആൻഡ് സെവറൽ ഡെവലപ്മെന്റ്സ് ടുക്ക് പ്ലേസ് ആഫ്റ്റർ ദാറ്റ്. അപ്പം ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം കുറെ ഡെവലപ്മെന്റ് വന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫ്ലക്ച്വേഷൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ in his address to the parliament announced the intention of the government to implement the recommendations of the Mandal Commission. അപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ in his address to the parliament, എന്താ പാർലമെന്റ് അഡ്രസ് ചെയ്യുന്ന ആ ഒരു ഇതിൽ അദ്ദേഹം പറഞ്ഞു intention of the government to implement the recommendations of the Mandal Commission. Mandal Commissionന്റെ recommendations implement ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. On 6 August 1990, 1989 election. 1990 August 6 Union Cabinet took a formal decision to implement the recommendation. 1990 യൂണിയൻ ക്യാബിനറ്റ് എന്ത് ചെയ്തു, ഈ ഒരു റിപ്പോർട്ടിന്റെ ഇതില് റെക്കമെൻഡേഷന്റെ ബേസിസില് ഫോർമൽ ഡെസിഷന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു, പ്രൈം മിനിസ്റ്റർ VP Singh informed the parliament about his decision through a statement in both the houses of parliament. both houses, രാജ്യസഭയും ലോകസഭയും അല്ലെ, രണ്ട് ഹൗസ് ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, രാജ്യസഭയും ലോകസഭയും. അപ്പം പിറ്റേ ദിവസം തന്നെ പ്രൈം മിനിസ്റ്റർ VP Singh എന്ത് ചെയ്തു, പാർലമെന്റ് about this decision through a statement in both the houses of parliament. അപ്പം the decision of the cabinet was sent to the Department of Personnel and Training. The senior officers of the department drafted an order in line with the cabinet decision. അപ്പം ക്യാബിനറ്റ് ഡിസ്കഷൻ ചെയ്തിട്ട് ആ ഡെസിഷൻ എങ്ങോട്ടേക്ക് പോയി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടുത്തെ ഓഫീസേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു, drafted an order in line with the cabinet decision and took the minister's approval. അപ്പം മിനിസ്റ്ററിന്റെ അപ്രൂവൽ. Okay, an officer signed the order on behalf of the union government. യൂണിയൻ ഗവൺമെന്റ് ഒരു ഓഫീസർ എന്ത് ചെയ്തു, സൈൻ ചെയ്തു. This was how OM number 36012/31/90 was born on 13 August 1990. അപ്പം അങ്ങനെയാണ് ആ ഒരു ഓർഡർ വന്നത്. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ദിസ് വാസ് ദി മോസ്റ്റ് ഹോട്ട്ലി ഡിബേറ്റഡ് ഇഷ്യൂ ഇൻ ദി കൺട്രി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, പെട്ടെന്ന് ഒരാൾ കയറിയിട്ട് ഒരു ഓർഡർ വന്നു, അതങ്ങ് സൈൻ ചെയ്യല്ലേ ചെയ്തത് അല്ലെ. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ കൊണ്ടുവന്നു അല്ലെ. ആ കമ്മീഷൻ കുറച്ച് റെക്കമെൻഡേഷൻ കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു 27% റിസർവേഷൻ ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പം അതിന്റെ ബേസിസിൽ പിന്നെയും വർഷങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ വെച്ചിട്ട് പിന്നെയാണ് 1990 എന്ത് ചെയ്യുന്നത്, ഇത് പാസ്സാക്കി വരുന്നത് അല്ലെ. പക്ഷെ അത് പാസ്സാക്കിയതിനു ശേഷം നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ത് സംഭവിച്ചു, ഭയങ്കര ഡിബേറ്റഡ് ടോപ്പിക് ആണ് അല്ലെ. അതായത് 100 സീറ്റുള്ള ഒരു കാര്യം ജനറലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ 60 സീറ്റുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ് 73% മാത്രമേ പബ്ലിക്കിന് കൊടുക്കുന്നുള്ളൂ, ബാക്കി റിസർവേഷനിൽ പോവുകയാണ്. സോ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പോവാണ്. അപ്പം സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ജോലിക്ക് കിട്ടാതിരിക്കുമോ, ലൈക്ക് ഇതിനു വേണ്ടി റിസർവേഷനിൽ പോകുമ്പം നമുക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ജോലി കിട്ടില്ലേ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനിങ് വരും അല്ലെ. സോ അവിടെ എന്ത് വരും, ഒരു ഡിബേറ്റ് പോലെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഡിബേറ്റ് ആണെന്ന് നോക്കൂ. Newspapers and magazines were full of different views and opinions on this issue. പല ന്യൂസ് പേപ്പർ അല്ലെ, നമുക്ക് എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും കൂടുതൽ ഡിസ്കഷൻ ഇടുന്ന ആരാണ്, മാധ്യമങ്ങളാണ് അല്ലെ. അപ്പൊ ന്യൂസ് പേപ്പറിലാണെങ്കിലും മാഗസിൻസിലൊക്കെ ആണെങ്കിലും ഇതിനെ തന്നെ പറ്റിയുള്ള അന്ന് ടിവിസിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ആ ഒരു കാലഘട്ടത്തില് ആൾക്കാരെ പത്രം വായിക്കും അല്ലെ. അപ്പം കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് തന്നെയായിരുന്നു. ന്യൂസ് പേപ്പറും മാഗസിൻസും ഒക്കെ അല്ലെ. പഴയ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടറിയാം, ചായക്കടയിലൊക്കെ പോയിരുന്നിട്ട് പത്രം വായിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു പത്രം, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നതായിരുന്നു അൾട്ടിമേറ്റ് ആൾക്കാരുടെ ഒരു മീഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് കൗണ്ടർ പ്രൊട്ടസ്റ്റ്, സം ഓഫ് വിച്ച് വെർ വയലന്റ്. കുറച്ച് വയലന്റ് നാച്ചുറൽ ഉള്ളതും ആയിട്ടുള്ള പല പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. People reacted strongly because
ദിസ് ഡിസിഷൻ എഫക്റ്റഡ് thousands of job opportunities. അല്ലെ, റിസർവേഷന് പോവാന്ന് പറയുമ്പം ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കുറയുന്ന പോലെയാണ്. And some felt that existence of inequalities among people of different castes in India necessitated job reservations. They felt that this would give a fair opportunity to those communities who so far had not adequately been represented in government employment. അപ്പം ആൾക്കാർക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. അതേഴ്സ് ഫെൽറ്റ് ദാറ്റ് ദിസ് വാസ് അൺഫെയർ. ഇത് ഭയങ്കര അൺഫെയർ ആണ്. ആസ് ഇറ്റ് വുഡ് deny equality of opportunity to those who did not belong to backward communities. അപ്പം ഇത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു അത്രയും തരത്തിലുള്ള ഒരു ഇൻഇക്വാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. They would be denied jobs even though they could be more qualified. അവര് മോർ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും അവർക്ക് ജോലി കിട്ടാതിരിക്കുമോ? കാരണം ഇത്രയും സീറ്റ് റിസർവേഷന് പോവുകയാണ്. അപ്പം അവർ ക്വാളിഫൈഡ് ആയിട്ട് പോലും അവർക്ക് ജോലി കിട്ടാതിരിക്കുമോ എന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള ആൾക്കാർക്ക് പല പല പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക്. ആൻഡ് സം ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് പെർപെച്വേറ്റ് കാസ്റ്റ് ഫീലിംഗ് അമംഗ് പീപ്പിൾ ആൻഡ് ഹാമ്പർ നാഷണൽ യൂണിറ്റി. അല്ലെ, ചില പ്രത്യേക കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് റിസർവേഷൻ കൊടുക്കുക എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരാനും അതൊരു നാഷണൽ യൂണിറ്റി, അല്ലെ നമ്മുടെ എല്ലാ ആൾക്കാരും ജാതി മത വർണ്ണ അല്ലെ മതം ഒന്നും പ്രശ്നമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റിയിൽ പോവുകയാണ്. ഇപ്പൊ ഇത് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാഷണൽ യൂണിറ്റീനെ എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പം എന്താണ്, പാർലമെന്റ് ഒരു ഇത് പാസ്സാക്കി, പക്ഷേ ആൾക്കാർ വീണ്ടും വീണ്ടും പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, ആർക്കാണ് ഈ ഒരു പ്രശ്നം അല്ലെ ഭയങ്കര എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻ പറയാണ്, ആർക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഹൂ റിസോൾവ് ദിസ് ഡിസ്പ്യൂട്ട്? സുപ്രീം കോർട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സുപ്രീം കോർട്ട്, കോടതികളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ കോടതികൾ അറിയാം? സുപ്രീം കോർട്ട് കേട്ടിട്ടുണ്ട്, ഹൈക്കോർട്ട് അല്ലെ, ബാക്കി ലോക്കൽ എല്ലാം ഉണ്ട് അല്ലെ. സോ Supreme Court and the High Court in India settled disputes arising out of governmental decision. അപ്പം ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞു, അതിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മോള് ഗവൺമെന്റിന്റെ മേലെ അത് റിസോൾവ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ പവർ ഉള്ള ആള് ആരാണ്? കോർട്ടുകളാണ്. അതിൽ തന്നെയും സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും. ഓക്കെ, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും. ഹൈക്കോർട്ടിൽ ഉള്ളതിനെതിരെ അപ്പീൽ പോകാൻ പറ്റിയ എവിടേക്കാണ്? സുപ്രീം കോർട്ടിലേക്കാണ് പോകാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു ഡിസിഷൻ, മേജർ ഡിസിഷൻ ഹൈക്കോർട്ടിന് എടുത്ത തീരുമാനം എന്താണ് നമുക്ക് കൺവിൻസിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോയിട്ട് നമ്മുടെ സുപ്രീം കോർട്ട് വരെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, Supreme Court and the High Court in India settled disputes arising out of governmental decisions. Some persons and associations opposed to this order filed a number of cases in the courts. അപ്പം ചില ആൾക്കാര് ഇതിനെതിരെ വന്നിട്ട് എന്ത് ചെയ്തു? കുറെ കേസസ് എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. ആൻഡ് they appealed to the courts to declare the order ഇൻവാലിഡ്. അപ്പം അവര് കോർട്ടിനോട് എന്താ ആവശ്യപ്പെട്ടത്? ഈ കേസിന് പോകുന്ന ആൾക്കാർ എന്താ കോർട്ടിനോട് ആവശ്യപ്പെട്ടത്? ഇപ്പം എടുത്തിട്ടുള്ള ഈ ഒരു ഓർഡർ ഇൻവാലിഡ് ആക്കിയിട്ട് അല്ലെ വാലിഡ് ഒന്നും അല്ലാതാക്കിയിട്ട് സ്റ്റോപ്പ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ, ആ ഒരു ഇംപ്ലിമെന്റേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തത്? കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്തത്. The Supreme Court of India bunched all these cases together. This case was known the Indira Soni and others versus Union of India case. അപ്പം ഈ ടേമൊക്കെ നിങ്ങൾ വൃത്തിക്ക് ഓർത്ത് വെക്കണം. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്ത കേസാണിത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബഞ്ച്ഡ് ഓൾ ദീസ് കേസസ്, എല്ലാ കേസും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് അതിനെയാണ് എന്ത് പറയുന്നത്? known as Indira Soni and others versus Union of India case. അതിൽ 11 judges of the Supreme Court heard arguments of both sides. അപ്പം അതിൽ 11 judges ഉണ്ടായിരുന്നു അല്ലെ ആ കേസ് ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 11 judges of the Supreme Court heard arguments of both sides. രണ്ട് ആൾക്കാരുടെ അല്ലെ ഗുണവും ദോഷവും കേൾക്കണം അല്ലെ. അപ്പം ചുമ്മാ തീരുമാനം എടുക്കാൻ പറ്റില്ല, രണ്ട് സൈഡും കേൾക്കണം.
അങ്ങനെ കേൾക്കുന്ന ആളാണ് സുപ്രീം കോർട്ട് അല്ലെ, കോർട്ട് കേൾക്കും. അപ്പം ഈ ഒരു 27% റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉള്ള പ്രശ്നങ്ങള്, അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് നഷ്ടങ്ങൾ. അപ്പൊ ഈ രണ്ട് സൈഡും കേൾക്കണം അല്ലെ. അങ്ങനെ രണ്ട് സൈഡും കേട്ടു. ബൈ എ മെജോറിറ്റി ദ സുപ്രീം കോർട്ട് ജഡ്ജസ് ഇൻ 1992 declared that this order of the government of India was valid. അപ്പം സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് എന്നാണ് സുപ്രീം കോർട്ട് ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെതായിരുന്നു. ആൻഡ് 1992 അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 1979 മുതൽ 1979 മുതൽ ഈ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് 1992 ഇത് സുപ്രീം കോർട്ട് ഈ ഒരു ഓർഡർ വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സുപ്രീം കോർട്ട് ആസ്ക്ഡ് ദി ഗവൺമെന്റ് ടു മോഡിഫൈ ഇറ്റ്സ് ഒറിജിനൽ ഓർഡർ. അതേസമയം തന്നെ സുപ്രീം കോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യനോട് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. It said that well-to-do persons among the backward classes should be excluded from getting the benefit of reservation. എന്താണ് മോഡിഫിക്കേഷൻ? നമ്മൾ ഇങ്ങനെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടി റിസർവേഷൻ കൊടുക്കുമ്പോഴും വെൽ ടു ഡു പേഴ്സൺസ് അല്ലെ, അവർക്ക് കുഴപ്പമില്ലാത്ത ആൾക്കാർക്കൊന്നും വേണ്ടിയിട്ട് ആ ഒരു റിസർവേഷൻ യൂസ് ചെയ്ത് അല്ലെ, അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു കാര്യം അല്ലെ. അർഹതയില്ലാത്ത ആൾക്കാർ അത് പോയിട്ട് എടുക്കാൻ പാടില്ല. വെൽ ടു ഡു പേഴ്സൺസിന് എന്ത് ചെയ്യണം? അതിൽ നിന്നും ആ ഒരു അവർ ഇവൻ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യാൻ പാടില്ല? പരിഗണിക്കാൻ വേണ്ടിയില്ല അല്ലെ. അപ്പൊ അത്രയും അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക? ആ റിസർവേഷൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കോർട്ട് എന്ത് ചെയ്യാണ്? ഗവൺമെന്റിനോട് പറയാണ് അതിന്റെ ഒറിജിനൽ ഓർഡർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കോർഡിംഗ്ലി the Department of Personnel and Training issued another office memorandum on 8 September 1993. അപ്പം അടുത്ത 8 സെപ്റ്റംബർ, ഒരു വർഷം കൂടിയായി അല്ലെ, 1993 ആയി. 1993 accordingly the Department of Personnel and Training issued another office memorandum on 8 September 1993. The dispute thus came to an end and this policy has been followed since then. അപ്പം ആ ഒരു ദിവസമാണ് അല്ലെ, 8 സെപ്റ്റംബർ 1993 ഇത് അംഗീകാരത്തിൽ വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഈ ഒരു ഓർഡറാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം അല്ലെ വാദപ്രതിവാദങ്ങൾ അല്ലെ. എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെ, അത് ഉണ്ടായുള്ള പ്രശ്നം, വൈരുദ്ധ്യങ്ങള്, കോൺട്രവേഴ്സീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ലാസ്റ്റ് എന്നിട്ടും വന്ന സമയത്ത് കോർട്ട് ഇടപെട്ടു അതിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു അല്ലെ. യെസ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.